ഞാൻ നേരെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ ലാലേട്ടനെ കണ്ടപ്പം നമ്മൾ സ്പിരിറ്റ് സിനിമയൊക്കെ അല്ലേ സ്പിരിറ്റ്, അപ്പോൾ അതിലുള്ളത് പോലത്തെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റിയിട്ടുണ്ട് സിനിമ. പിന്നെ കുറേ നാൾക്ക് ശേഷം മലയാളത്തിലൊരു സിനിമ കുറച്ചൊന്ന് ഒരു വലിയ നല്ല രീതിയിൽ ക്രൗഡിൽ കാണാൻ പറ്റി. പിന്നെ ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സ്പിരിറ്റിൽ നമ്മൾ എങ്ങനെയാണ് ലാലേട്ടനെ കണ്ട ആ ഒരു ഫ്ലോയിൽ ഇതിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു ഇൻ്റർവെല്ലിലൂടെ അടുപ്പിച്ചെത്തുമ്പോൾ ഒരു 10-15 സെക്കൻഡ് ലാലേട്ടൻ അങ്ങോട്ട് കത്തി കയറുന്ന ഒരു സീനുണ്ട്. അതെന്ന് വെച്ചാൽ തിയേറ്റർ ഫുൾ ഭയങ്കര രീതിയിൽ ക്ലാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കംപ്ലീറ്റ് ഒരു കോർട്ട് ഡ്രാമയാണ്. അനശ്വര രാജൻ്റെ നല്ലൊരു പെർഫോമൻസ് സിനിമയ്ക്കകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. ജഗദീഷ് ഏട്ടായി സൂപ്പറായിട്ടുണ്ട്. പിന്നെ സിദ്ദീഖയുടെ എതിർവാദ വക്കീലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പുള്ളിയെ കൊണ്ടൊക്കെ പറ്റുള്ളൂ കേട്ടോ ആ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അത്രയും ഒരുപാട് ഡയലോഗും കാര്യങ്ങളൊക്കെ പുള്ളി വേറെ ലെവലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ BGM എന്ന് പറയുന്ന സാധനം ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് സിനിമയ്ക്കകത്ത്. ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. ആ ഇൻസിഡൻറ്റിൽ നിന്ന് കോർട്ടിലേക്ക് ആ സംഭവം എത്തുന്നു. അതിനകത്തുള്ള കോർട്ടിനകത്ത് നടക്കുന്ന ചോദ്യങ്ങളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അത് കണ്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ സാധാരണക്കാരൻ വല്ല ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ കേട്ട നമ്മളൊക്കെ വാ തുറന്നു പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇവന്മാർ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ആ സ്ക്രിപ്റ്റിൽ ആ ഡയലോഗ് ഡെലിവറി സംഭവങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു പിള്ള ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു സർപ്രൈസിങ് ക്യാരക്ടർ പോലെയാണ് പുള്ളി ഇതിനകത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എങ്ങനെ ഇവിടെ എന്ന് നമുക്ക് തോന്നിപ്പോവും. പിന്നെ പ്രിയാമണി നാച്ചുറൽ വരുന്നു പോകുന്നു എന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല അനശ്വര രാജൻ്റെ പെർഫോമൻസ് ഭയങ്കര സൗണ്ട് കേട്ടോ. കുറേ അവർ വന്നതിൽ എനിക്ക് തോന്നുന്നു അവർ ചെയ്ത സിനിമകളിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ഈ പടത്തിനായിരിക്കണം കിട്ടിയിട്ടുള്ളത്. സിനിമ പിന്നെ എന്താണ് പിന്നെ അങ്ങനെ ഇൻ്റർവെൽ വരെ എത്തി. ഫുൾ ഞാൻ പറഞ്ഞില്ല ഒരു 10 മിനിറ്റ് മീൻസ് കുറച്ച് സംഭവങ്ങൾ കാണിച്ചു. പിന്നെ അങ്ങോട്ട് കോർട്ടിനകത്തുള്ള സംഭവങ്ങളാണ്. ഒരുപാട് ഡയലോഗ് ഉണ്ട്. നമ്മളിങ്ങനെ കേട്ടിരിക്കണം ചില കാര്യങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ആ കോർട്ടിനകത്തുള്ള ചില ക്വസ്റ്റ്യൻസ് ആൻസറിൽ തന്നെ ആ കഥയിൽ പയ്യെ ചുരുള കഴിഞ്ഞ് വരുന്നതൊക്കെ മനസ്സിലാവും. പ്രതി നമ്മളെ മുന്നിലുണ്ട്, കുറ്റം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിന് എങ്ങനെ കോർട്ടിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നൈസായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻ്റർവെൽ ആയിട്ടുള്ള ബാക്കി കൂടെ കണ്ടിട്ട് പറയാം.